ഇന്ത്യൻ സിനിമയുടെ വളർച്ചയുടെ പാതയിലാണ്. കോവിഡ് കാലം ഏൽപ്പിച്ച ആഘാതത്തിൽ തകർന്ന ചലച്ചിത്ര വ്യവസായം പോയ വർഷങ്ങളിൽ ട്രാക്കിലേക്ക് വെറുതെ മടങ്ങിയെത്തുകയായിരുന്നില്ല. മറിച്ച് വളർച്ചയുടെ പടവുകൾ വച്ചടി കയറുക കൂടിയായിരുന്നു. ബാഹുബലിക്ക് മുമ്പ് വ്യവസായം എന്ന നിലയിൽ ഇന്ത്യൻ സിനിമയിൽ ബോളിവുഡോളം മറ്റൊരു ഭാഷാ ചലച്ചിത്ര വ്യവസായം എണ്ണപ്പെട്ടിരുന്നില്ലെങ്കിലും ഇന്ന് അതല്ല കഥ. മലയാളത്തിൽ നിന്നുള്ള ലോകം ഇന്ത്യൻ മുഴുവൻ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഇതര സംസ്ഥാനങ്ങളിൽ മലയാള ചലച്ചിത്രങ്ങൾ വലിയ ബോക്സ് ഓഫീസ് കളക്ഷനും നേടുന്നു. പാൻ ഇന്ത്യൻ കന്നഡ ചിത്രം കാന്താര ചാപ്റ്റർ 1 ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് 800 കോടി പുറത്ത് കടക്കാൻ ഒരുങ്ങുകയാണ്. വളർച്ചയുടെ ഈ പാതയിൽ ഇന്ത്യൻ സിനിമയുടെ സുവർണ്ണ വർഷം ആവാനുള്ള സാധ്യതയാണ് 2025 ഇപ്പോൾ കൈവന്നിരിക്കുന്നത്. ഇന്ത്യൻ ബോക്സ് ഓഫീസ് ചരിത്രത്തിലെ ഏറ്റവും വലിയ കളക്ഷൻ നേടിയ വർഷം 2023 ആയിരുന്നു. 12,226 കോടി രൂപയുടെ വിവിധ ഭാഷാ സിനിമകളിൽ നിന്ന് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് വർഷം നേടിയെടുത്തത്. ഈ വർഷത്തെ കാര്യമെടുത്താൽ സെപ്റ്റംബർ വരെയുള്ള കണക്കനുസരിച്ച് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് വളർന്ന കളക്ഷൻ 9,409 കോടിയാണ്. കഴിഞ്ഞ വർഷം സമാന കാലയളവിൽ അപേക്ഷിച്ച് 18% ഉയർന്ന കളക്ഷനാണിത്. 3 മാസത്തെ കണക്കുകളാണ് ഈ വർഷം വരാനിരിക്കുന്നത്. ഒക്ടോബർ ടു ഡിസംബർ കാലയളവിൽ ലഭിക്കുന്ന കൂടി ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ 12,000 കോടി കടക്കുമെന്നാണ് പ്രമുഖ മീഡിയകൾ എല്ലാം കണക്കുകൂട്ടുകൾ. ചരിത്രത്തിലെ ഏറ്റവും അധികം കളക്ഷൻ വന്ന 2023 മറികടന്ന് ഇന്ത്യൻ സിനിമ എക്കാലത്തെ മികച്ച വർഷമാകും 2025 എന്ന് ചാൻസ് ഉണ്ടെന്നാണ് വിലയിരുത്തലുകൾ. ഇന്ത്യൻ ബോക്സ് ഓഫീസിലെ വിവിധ ഭാഷാ ഇൻഡസ്ട്രികളെ ചെയ്ത് നോക്കിയാൽ ബോളിവുഡിന്റെ ആധിപത്യത്തിൽ മാറ്റമൊന്നുമില്ല. 38% ആണ് ഈ വർഷം ഇതുവരെയുള്ള ബോളിവുഡിന്റെ സംഭാവന. രണ്ടാമത് തെലുങ്കാണ് 20%, മൂന്നാമത് തമിഴ് 15%. ഈ മൂന്ന് ചലച്ചിത്ര വ്യവസായങ്ങളെ അപേക്ഷിച്ച് വലിപ്പത്തിൽ നന്നേ ചെറിയ മോളിവുഡാണ് 4ാം സ്ഥാനത്ത് എന്നതും മലയാള സിനിമയെ സംബന്ധിച്ച് ഏറെ അഭിമാനകരമാണ്. 9% ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ ഈ വർഷം മലയാളത്തിന്റെ സംഭാവന.